ഈ അപവാദം പറഞ്ഞു പറഞ്ഞ സ്ത്രീനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ സിനിമ കണ്ടിട്ടില്ല. പിന്നെ അവർ പറഞ്ഞ ന്യൂസ് 18 അവർ കൊടുത്തൊരു ബൈറ്റ് ഉണ്ട്, ഒരു 12 മിനിറ്റ്. അതിപ്പോൾ ന്യൂസ് 18കാർ എന്ത് ചെയ്ത് മാറ്റി. അവർ മാറ്റാൻ ധൈര്യമില്ലെങ്കിൽ ആദ്യം ഇടാൻ പാടില്ല. അല്ലെങ്കിൽ അവർ പോലീസ് കമ്മീഷൻ ഓഫീസിൽ സ്ഥിരമായിട്ട് പായസം വെക്കുന്ന ആളാണ് അവരും അമ്മയും. കമ്മീഷൻ ഓഫീസിൽ ആർക്കും അവരെ പരിചയമില്ല. ഈ വനിതന്റെ അമ്മ 20 ഉറുപ്പ്യക്ക് വരും 30 ഉറുപ്പ്യക്കും പായസം അവിടെ വെക്കുന്നത് ഇവർ പറയുന്നുണ്ട്. ആ 12 മിനിറ്റ് വീഡിയോ അതിൽ പറയുന്നുണ്ട്. ഞാൻ കമ്മീഷൻ ഓഫീസിൽ 27 അന്ന് രാത്രി പരാതി കൊടുക്കാൻ പോയിട്ട് ഒരു മണിക്കൂർ അവിടെ നിന്ന് എന്നെ വെയിറ്റ് ചെയ്യിച്ചല്ല. കമ്മീഷണർ നാരായൺ സാർ അവിടെ മറ്റുള്ള എന്നെക്കാൾ മുന്നേ വന്ന ആൾ നോക്കി ഞാൻ അവിടെ ഇരുന്ന്. അപ്പോൾ അവിടെയുള്ള പോലീസുകാർ എനിക്ക് പരിചയമുള്ളതില്ലാത്തതൊക്കെ ഉണ്ട്, അവർക്കൊന്നും ഇവരെ പരിചയമില്ല. അപ്പോൾ കമ്മീഷൻ ഓഫീസിൽ ഇതുവരെ അങ്ങനെ ഒരാളറിയില്ല. പിന്നെ ഈ കമ്മീഷൻ ഓഫീസിൽ കാലങ്ങളായിട്ട് പായസം കൊടുക്കുന്ന ആൾക്ക് 10 കൊല്ലം മുന്നേ സംഭവിച്ചത് അവിടുത്തെ റേറ്ററോടെങ്കിലും പറയായിരുന്നു, അതവർ പറഞ്ഞില്ല. പിന്നെ ഇവർ 3-ാം മിനിറ്റിൽ പറയുന്നുണ്ട് ഇവരൊരു കഥ എഴുതിയിട്ട് സംവിധാനം ചെയ്യാനൊരു ഡയറക്ടറെ കിട്ടി ഇവർക്ക്. ഈ ഡയറക്ടറെ കിട്ടിയപ്പോൾ ഡയറക്ടർ അവരോട് ശരീരം ചോദിച്ചു. അപ്പോൾ ഇവർ ഇങ്ങനെ തട്ടിക്കളിച്ച് പിന്നെ നമ്മൾ കിലുക്കൊക്കെ കാണുന്ന ഒരു പ്രതീതിയല്ലേ, ചിരിച്ച് കളിച്ച് നമ്മളൊരു മാനസികവാസം. നല്ലൊരു സ്ത്രീ 354 നിയമമൊക്കെ നിൽക്കുന്നത് ഈ നമ്മളൊക്കെ കുടുംബത്തിൽ പറഞ്ഞ നല്ല പെണ്ണുങ്ങൾക്കാണ്, കുലസ്ത്രീകൾ നല്ല സ്ത്രീകൾക്ക് തന്നെയാണ്. അത് അവർക്ക് വരും തമ്മാടികളിൽ നിന്നുള്ള അപമാനം ബുദ്ധിമുട്ടൊക്കെ വരുമ്പോഴാണ് ഈ നിയമം ഇതാക്കുന്നത്, അല്ലാതെ ഇത് മിസ്യൂസ് ചെയ്യാൻ അല്ല. അപ്പോൾ ഇവർക്കിത് പോലീസ് സ്റ്റേഷനിൽ പറയാൻ പറ്റില്ല. ഇപ്പം ഇവർ പറയുകയാണ് 3-ാമത്തെ മിനിറ്റിൽ ആ വീഡിയോയിൽ ഇവർ പറയുകയാണ് ഈ ഡയറക്ടർ ഇവരെ പടം ചെയ്യണമെങ്കിൽ ഞാൻ ഇവരെ വേണോ, അല്ലെങ്കിൽ ഒരു പകരം ഒരു സ്ത്രീനെ തരട്ടെ അഡ്ജസ്റ്റ് ചെയ്ത് തന്നാൽ അതിന് ഇവർ ചോദിക്കുക. അതിൻ്റെ അർത്ഥം എന്താ ഇല്ലെന്ന് പറഞ്ഞുതരുമോ? അപ്പോൾ അവർ പറയാം വേണ്ട നിങ്ങളെ തന്നെ മതിയെന്ന്. വേറെ സ്ത്രീ ശരിയായി കൊടുക്കാൻ തയ്യാറുണ്ട്, അതിനെന്താ പറയുക, അത് തെറ്റല്ലേ? അതിന് നാടൻ ഭാഷ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞു എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു അല്ലേ, പറയാൻ പറ്റൂല. അപ്പൊ അത് വലിയ തെറ്റല്ലേ? അപ്പൊ അവരെ കാര്യം സാധിക്കാൻ അവർക്കറിയാം അവരെ കാര്യം സാധിക്കാൻ എന്താ വേണ്ടിയെന്ന്. അതവർ സെറ്റ് ചെയ്ത് വെച്ചിക്കണെന്ന് അവർ പറയണത്. അപ്പൊ ഞാനല്ല വേറൊരാളെ തരാം എന്ന് പറഞ്ഞു. അപ്പൊ ആ സ്ത്രീക്കൊരു കുടുംബമില്ലേ, അവർക്കൊരു ചാരിത്രമില്ലേ, അവർക്കൊരു മാനവും ഓരോ സമൂഹം സമുദായം ഇങ്ങനെ കുറെ വ്യവസ്ഥകൾ ഉണ്ടാവില്ലേ? അതൊന്നും പ്രശ്നമില്ല. അതൊന്നും സർക്കാരിനും പ്രശ്നമില്ല, പോലീസിനും പ്രശ്നമില്ല. പോലീസ് ഇപ്പോൾ വാപ്പനെ പറ്റി എന്തോ പറയുന്നുള്ള, ഈ സ്ത്രീ വാപ്പനെ പറ്റി എന്തോ പറയുന്നില്ല, അത് മാത്രം കേൾക്കുക, ബാക്കിയൊന്നും കേൾക്കണില്ല. ഇവർ പറഞ്ഞ കളവൊന്നും കേൾക്കണില്ല. അതങ്ങനെ ഒരു വശം. പിന്നെ ഇവർ ഇതിന്റെ മുകളിൽ 21 ഇത് പറഞ്ഞു. അപ്പൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഉമ്മ ഇങ്ങനെ കാലിലോടി കണ്ടില്ല, അലി കണ്ടില്ല, കാലിലോടിഞ്ഞ് എടുക്കും ഉമ്മറക്കൊക്കെ പോയി വന്നിട്ട്. അപ്പോൾ ശരിയായി. അപ്പോൾ ഒരു മാനസികാവസ്ഥ. പിന്നെ ഉപ്പൻ്റെ ഒരു മരണവും, അത് ഉപ്പ ഒരു 77 വയസ്സിലപ്പം മരിക്കുന്നത്. 77 വയസ്സ് വരെ ഇപ്പോൾ ഫുൾ ആക്റ്റീവാണ്. ഇപ്പം നമ്മുടെ ബോബനും മോളിയും പോയപ്പം കുട്ടികളൊക്കെ ഉമ്മനേറ്റൊക്കെ. അപ്പോൾ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റിന് ഉപ്പ പോയത്. അപ്പോൾ പോകുമ്പോൾ മറ്റേ ഇത് റിമോട്ട് മാറ്റണോ, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചിരുന്ന് ഇപ്പനായിട്ട് 6 മണി വരെ ഇവിടെ ഇരുന്ന് വണ്ടി അമ്മോൻ്റെ ഡ്രൈവർ വന്ന് വണ്ടി സ്റ്റാർട്ട് വണ്ടി കയറി പോയ ആളാണ്. പിന്നെ രാത്രി ഞാൻ ബഹ്റൈനിൽ അറിയാം അപ്പൊക്കെ ഇങ്ങനെ അറ്റാക്ക് അയക്കുന്നത്. ഞാൻ പറഞ്ഞിട്ട് അവിടെ അറിയണത് ഇവർ. അപ്പോൾ സ്വാഭാവികമായിട്ട് തിരിച്ചിപ്പോൾ വരും എന്ന് വിചാരിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കലും ഭയങ്കര മാനസികവിഷമമുണ്ട്. ഉമ്മക്ക് ഷുഗർ കൂടുതൽ, അതുകൊണ്ടാണ് ഈ കാല് കൂട്ടിയിട്ട് ഓപ്പറേഷൻ ചെയ്യുന്നത്. ഉമ്മ പഞ്ചസാരൊക്കെ വെറുതെ ചായയിൽ കൂട്ടി തിന്നു. അപ്പോൾ കുട്ടികൾ കച്ചറുണ്ടാക്കും അകത്തുനിന്ന്. അപ്പോൾ ഉമ്മൻ്റെ അഭിപ്രായം ഷുഗർ കൂടിയാൽ മരിക്കുമല്ലോ, എങ്ങനെയും മരിച്ചു പോയിക്കോട്ടെ എന്നാ, അപ്പൻ്റെ അടുത്തേക്ക് പോവാം, എങ്ങനെങ്കിലും മരിച്ചു പോയിക്കോട്ടെ എന്നാ. പിന്നെ മൂത്ത പെങ്ങൾക്ക് 3 മക്കൾ, 2 പെൺകുട്ടികൾ വലുതാ, പ്രായപൂർത്തിയായ കുട്ടികളാണ്. ചെറിയ പെങ്ങൾ പ്രായപൂർത്തിയോടെ, എനിക്ക് പ്രായപൂർത്തിയായ മക്കളാണ്. ഈ മക്കൾക്കൊക്കെ പുറത്തിറങ്ങണ്ടേ ഇതിന്? പിന്നെ നമ്മൾ ഈ അതിൽ പുറത്ത് കണ്ടില്ല, തിങ്ങി താമസിക്കുന്ന ഏരിയ. നമ്മൾ ഈ അരക്കിണർ, പള്ളിക്കണ്ടി, ഇപ്പം ജനിച്ചത് നമ്മൾ ജീവിക്കുന്ന സ്ഥലങ്ങൾ. അവിടെ നിന്ന് ഇവർ വായി തോന്നി വിളിച്ചു പറയണ പോലെയല്ല. ഇനി ഇപ്പം അങ്ങനെ ചെയ്തിക്കണ് വെക്കുക, സിനിമാ ലോകം ഒരു മായാലോക. അവിടെ നമുക്ക് ആളാവാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കയറി ചെല്ല. മുമ്പ് ഒരു ചഞ്ചൽ എന്ന് പറയുന്ന നടിയുണ്ട്, ഒരു സിനിമയിൽ അഭിനയിച്ച് എന്ന് സ്വന്തം ജാനകി കുട്ടി. 2ാമതൊരു സിനിമയിൽ അവർ അഭിനയിച്ച സംശയമുണ്ട് എനിക്ക്. പിന്നെ സിനിമ ഇല്ല കേട്ടോ. പിന്നെ അവർ ചെറിയ ഈ TV പരിപാടികളൊക്കെ അവതരിപ്പിച്ചു. പിന്നെ അവരൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു സിനിമയിൽ എന്താ അഭിനയിക്കാത്തത്, അല്ലെങ്കിൽ സീരിയൽ സിനിമ അവിടെ കുറേ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് തയ്യാറാവണം, അതുകൊണ്ട് എനിക്കത് പറ്റൂല ആ മേഖല. അപ്പോൾ ഈ മേഖല പറ്റൂല എന്ന് വരുമ്പോഴേ മനസ്സിലാവും. നല്ല സ്ത്രീകൾക്ക് അല്ല, അത്രയും നല്ല സ്ത്രീകളിൽ അഭിനയിക്കുന്നത്. അപ്പോൾ മറ്റേ ബിജു മേനോൻ കല്യാണം കഴിച്ചില്ലേ, ഇവിടെ നിന്നല്ലേ കല്യാണം കഴിച്ച്? ജയറാം കല്യാണം കഴിച്ച ഇവിടെ നിന്നല്ലേ? ആരൊക്കെ ഇവിടെ നിന്ന് കെട്ടിക്കുന്നത്? ദിലീപ് കല്യാണം കഴിച്ചില്ലേ? 2ാമത്തെ നടീന്ന് ദിലീപ് ഇവിടെ നിന്ന് തന്നെയല്ലേ കെട്ടി? അപ്പോൾ എല്ലാവരും മോശക്കാരെന്നൊന്നും പറയാൻ പറ്റില്ല. എത്ര നമ്മൾ ബഹുമാനിക്കുന്ന മോശക്കാരുണ്ട്. ഈ പറഞ്ഞ പോലെ കുറച്ച് ഇതിന് ആവശ്യമില്ലാതെ വന്നിട്ട് ഒരു ചെറിയ പൈസയും വാങ്ങി വന്നിട്ട് കുറേ വാടക കൊടുത്തിട്ടും ജീവിക്കാനും വേണ്ടി കഷ്ടപ്പെട്ട് വളരെ മര്യാദയുള്ള കഷ്ടപ്പെടുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഒരുപാടുണ്ട്. അവർക്ക് മുഴുവൻ അപമാനമാണ് ഈ വർത്താനം. നമ്മൾ പറ്റില്ല എന്ന് പറഞ്ഞ് പോകണം. പിന്നെ ഇത് പറഞ്ഞത് എല്ലാവരും പറഞ്ഞ് 21 പറഞ്ഞിട്ട് അതിൽ
പിന്നെ അത് 22, 23, 24, 27 ഞാൻ കേസ് കൊടുക്കുന്നത്. ഈ എല്ലാ സകല ചാനലുകളിലും ഇതിങ്ങനെ പരുക്കുക പല കോലത്തിലും. ആദ്യം പറയുന്നത് മോളോട് പറയാൻ പാടില്ലാത്തതുണ്ട്, പിന്നെ പറയുന്നത് മറ്റേ മുഹബത്താണെന്ന് പറഞ്ഞ് ഉറക്കത്ത് കണ്ടെന്ന് പറഞ്ഞ് വേറെ സിനിമ ചാൻസ് തരാന്ന് പറഞ്ഞ്. ഇതൊന്നും കേസ് എടുക്കുക, ഇതൊരു സാധാരണ ആളോട് മുഹബത്ത് എന്ന് പറഞ്ഞാൽ ഹറാമല്ല, ഒരു നിഷിദ്ധാക്കിയ വാക്കല്ല, സ്വപ്നം നിഷിദ്ധാക്കിയ വാക്കല്ല. ഇതൊക്കെ മറ്റേ വലിയ വെച്ച് ഇതൊക്കെ തെറ്റാണെന്ന് വെച്ചാൽ തെറ്റില്ല, പക്ഷെ ഒരു പെണ്ണിനോട് പറയാൻ പാടില്ല. അപ്പം ആ സ്ത്രീക്ക് എന്ത് ചെയ്യണം? ഇപ്പം അത് പറയുന്നത് ആ സ്ത്രീക്ക് എന്ത് കിട്ടണോ? നീതി കിട്ടണോ? നിർബന്ധമല്ലേ? തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ അവർക്ക് തെല്ലുംപാടെ കഴിഞ്ഞിട്ട് ഇതിപ്പോൾ തുടങ്ങിയ പാട് ട്രോള് വന്ന് ബസ്സിനുള്ള ആളുണ്ടാവും, പിന്നെ പറഞ്ഞ് ട്രെയിനുള്ള ആളുണ്ടാവും. ഇപ്പൊ ഇന്നലെ വൈകുന്നേരമൊക്കെ പറഞ്ഞ് യുദ്ധക്കപ്പൽ കൊണ്ടുവരേണ്ടിയിരുന്നു. ഇപ്പോൾ ഒരു ഇന്നോവക്കുള്ള ആൾ തികഞ്ഞോ? ഇല്ല. മലയാള സിനിമ ഒരു ഇന്നോവക്ക് 7 ആൾ വേണ്ടേ? 7 ആൾ ഇപ്പോഴും തികഞ്ഞില്ല മലയാള സിനിമ എന്ന്. അപ്പൊ ഇത് ഇനി അടങ്ങും, കെട്ടടങ്ങി പോകും. അപ്പൊ ഈ സ്ത്രീക്ക് നീതി കിട്ടൂല. അപ്പൊ ഈ സ്ത്രീ കേസായിട്ട് മുന്നോട്ട് പോകണ്ടേ? അപ്പൊ എനിക്ക് നഷ്ടപരിഹാരം മുന്നോട്ട് പോകുമ്പോഴെങ്കിലും ഓർക്കൊരു താല്പര്യം ഉണ്ടാവും. അങ്ങനെ ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഈ സ്ത്രീക്ക് ഇത് വിട്ടിച്ച് പോകാൻ തോന്നരുത്. ഒരു ആരെങ്കിലും ഓലെ പേടിപ്പിക്കേ ഓരോ പ്രലോഭിപ്പിക്കുക ചെയ്ത് പൈസ ഒക്കെ കൊടുത്താൽ ഈ സ്ത്രീ നിർത്തും, ഈ വനിത നിർത്താൻ പാടില്ല. കാരണം ഇത് ഇനി പാടാവണം. മലയാള സിനിമ എന്നല്ല, എല്ലാ ലോകത്തും ഒരു പെണ്ണിനെ കൊള്ള ഒരു കടയിൽ ഒരു പെണ്ണിനെ കയറ്റുകയാണെങ്കിൽ, എല്ലാ കടകളല്ല, ചില സ്ഥലത്ത് സ്ഥാപനങ്ങൾ ജോലിക്ക് കയറ്റാണ് പെണ്ണുങ്ങൾ ആദ്യം കുറുക. എത്ര പ്രശ്നങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ കോൺഗ്രസിൽ കേട്ടില്ല മെനിയാന്ന് AICC ഇതിലെ VD സതീശന്റെ പേര് മാത്രം ഞാൻ പേരെടുത്ത് പറഞ്ഞില്ല, പറയാം ഇനി ആരും പേടിക്കാൻ പറയല്ലോ. എല്ലാവരുടെ പേരും ബാക്കിയുള്ള ആരുടെ പേരും ആ സ്ത്രീ പറഞ്ഞ സ്വാരേട്ടന്റെ പേര് പറഞ്ഞില്ല. കോൺഗ്രസിലാന്ന് അപ്പൊ തന്നെ ഓരോരുത്ത് പുറത്തിട്ട്. അപ്പൊ ധർമ്മജൻ പറഞ്ഞ വിഷയത്തിന് VD സതീശന് തള്ളി പറഞ്ഞ അഭിപ്രായം അയാൾ കോൺഗ്രസ് അല്ല എന്നൊക്കെ പറഞ്ഞു. അയാൾ കോൺഗ്രസ് ആണെന്ന് അയാൾ പറയുന്ന സാധനമൊക്കെ എൻ്റെ അടുത്തുണ്ട്. അയാൾ കോൺഗ്രസ് തന്നെ ഒറിജിനല്. പക്ഷെ അയാൾ ഈ കാര്യത്തിന് VD സതീശന് ഭയങ്കര താല്പര്യം ഉണ്ട്. എന്തിന് സിനിമാ നടന്മാരെ ഒന്ന് വണ്ടി കയറ്റണം. അപ്പം എന്താ ഇപ്പം കേസിനെ അവനെ പുറത്താക്കി, ആ സ്ത്രീനെ പുറത്താക്കാൻ പാടില്ലല്ലോ, പുറത്താക്കിയല്ലോ. നിയമം ഏത് വായിക്കുമല്ലോ ഇവരൊന്നും എന്ത് ചെയ്യാൻ തളരാൻ പാടില്ല. ഈ സ്ത്രീകളെ കൊണ്ട് ഇനി ഇപ്പം കേസ് കൊടുത്ത പെണ്ണുങ്ങളുണ്ടല്ലോ, അത് എത്ര ആളായാലും, ഒരു 4 ആളായാലും 5 ആളായാലും ഓരെ കൊണ്ട് മലയാള സിനിമയ്ക്ക് നീതി നടപ്പാവണം. മലയാളത്തിൻ്റെ എല്ലാ പാവം പെണ്ണുങ്ങൾക്കും വായി തുറന്ന് പറയാൻ ധൈര്യമില്ലാത്ത, പറയാനും മിടുക്കില്ലാത്ത, പറയാൻ ഭാഷ സംസാരിക്കാൻ അറിയാത്ത, ഭംഗിയിൽ പറയാത്ത പെണ്ണുങ്ങൾക്കൊക്കെ ആര് മാതൃക ആവണോ? ഈ സ്ത്രീകൾ മാതൃക പെണ്ണുങ്ങൾ മാതൃക ആവണോ? അപ്പൊ ഈ സ്ത്രീക്ക് ഒരിക്കലും നാളെ എന്ത് ചെയ്യാൻ പാടില്ല, ഇത് വേണ്ട വോട്ടെ എന്ന് തോന്നാൻ പാടില്ല. അപ്പൊ ഞാൻ അവരെ പിന്നാലെ തന്നെ ഉണ്ടാവും. എന്നിട്ട് ഈ കേസ് ഇവിടുന്ന് ഒരു വിജയിക്കുമ്പോൾ ഞാൻ ഹൈക്കോടതിയിൽ പോകും. ഹൈക്കോടതിയിൽ അവർക്ക് അനുകൂലമാകുമ്പോൾ ഞാൻ സുപ്രീം കോടതി പോകും. സുപ്രീം കോടതിയിൽ അനുകൂലമായി കഴിഞ്ഞാൽ മരിച്ചുപോയ ഒരാൾക്കെതിരെ എന്ത് നടപടി എടുക്കാന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ അതിനെന്താണോ പിന്നെ അത് അങ്ങനെ തെളിഞ്ഞാൽ പിന്നെ ഞാൻ അവരോട് മാപ്പ് പറയണം. എൻ്റെ വാപ്പക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണോ? മാപ്പ് പറയണം, പറയണ്ടേ? അതല്ലാത്ത വേറൊരു സോഴ്സ് അതിനില്ല. അല്ലാത്ത പക്ഷെ ഒരാൾ കുറ്റക്കാർക്ക് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ നഷ്ടപരിഹാരം അതിനുള്ള നടപടി ഞാൻ സ്വീകരിക്കും, കോടതി സ്വീകരിക്കും. ഞാൻ കോടതിയിലെ കേസിന് പോകും, നഷ്ടപരിഹാരത്തിന് കേസിന് പോകും. മാസോണം സീസൺ 2